താലോലം പാടുമോ തിങ്കളേ പവനുതിരും ചേലൊന്നു തൂകുമോ ആകാശമേ അവളഴകിൽ കണ്ണാടി നോക്കുമോ കെടാതെ നീ തിളങ്ങണം വെൺചിരി മലർനാളങ്ങളിൽ പരാഗമായി തുളുമ്പണം കിനാവുകൾ താരമേ പവനുതിരും ചേലുന്നു It's my birthday. I'm turning 22 guys. Today 28 November 2003 ഞാൻ ജനിച്ചത്. ഇന്ന് 28 November 2025. Oh my god, എനിക്ക് 22 years ആയി. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും ഒരു എന്താ പറയണ്ടേ 22 years of experience, ഒരുപാട് മെമ്മറീസ്. ഞാനൊന്ന് എണീറ്റ് ഫ്രഷായി വന്നാൽ എനിക്ക് കുറച്ചുകൂടി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഐ ഹോപ്പ് ഇന്നത്തെ ദിവസം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, അതൊക്കെ നല്ലപോലെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെൻ്റെ ഫുൾ എണീറ്റ് വന്ന അതേ കോലമാണ്. അപ്പം അതുപോലെ നടക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ഈ ഒരു ഡേ, എൻ്റെ ബർത്ത്ഡേ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. I hope you will enjoy this video and welcome back to my channel Live Your Life Nandu. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചേച്ചിയുടെ ബർത്ത്ഡേ ആ. ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തോ? ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാത്ത? ഹാപ്പി ബർത്ത്ഡേ പറ കേട്ടോ. ഒരു ഹായ് പറ ക്യാമറയിൽ. ഹായ് ഹായ് ഹായ്. ഹോബിയുടെ ലൈറ്റ് അടിച്ചിട്ട് കൂടെ മുഖം കാണാൻ പോലും പറ്റുന്നില്ല. ഹലോ, അപ്പം ഞാനിപ്പോൾ എണീറ്റു, പിന്നെ ബ്രഷ് ചെയ്തു, പിന്നെ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് കുറേ മെസ്സേജസ് വന്നപ്പോൾ അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫീലിംഗ് സോ ഹാപ്പി, എന്താ പറയണ്ടേ, ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഹാവ്. ഒരുപാട് എന്താ പറയട്ടെ, എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ആണ് എനിക്ക് ഒരു ബർത്ത്ഡേ പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എന്താ പറയണ്ടേ സന്തോഷമുണ്ട്. ആൻഡ് 22 years എന്താ പറയണ്ടേ ഭയങ്കര സന്തോഷമുണ്ട്. ദിസ് ഇസ് ദ ഡേ. കാരണം നമുക്ക് ഫൈനലി പറയാമല്ലോ, ഒരു വർഷത്തിലൊരു ദിവസം ദിസ് ഇസ് അവർ ഡേ. നമുക്കിത് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്.
അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളോടും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്ത് സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. നല്ലതാണെങ്കിലും മോശമാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡേ എന്താണെങ്കിലും നമ്മൾ റിമെമ്പർ ചെയ്യും. സോ ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. പിന്നെന്താ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ടില്ല. കാരണം ഒന്നും ഞാൻ ചെയ്തില്ല. ഫുള്ളാണ് ഞാൻ ബർത്ത്ഡേ വിഷസിൻ്റെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. ഹലോ ഹലോ, ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് വന്നതാണ്. പറയൂ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇത് പറഞ്ഞു പറയിപ്പിക്കുന്ന പോലെ ഉണ്ട്. ബർത്ത്ഡേ ഒക്കെ രാത്രി തന്നെ വിഷ് ചെയ്തായിരുന്നു. 12 മണിക്ക് ഫസ്റ്റ് വിഷ് ചെയ്തത് ഞാൻ. അതെ, ഫസ്റ്റ് സ്റ്റോറി ഇട്ടത് ഞാൻ. 22. അതെ. എന്നെ പറ്റി 2 നല്ല വാക്ക് പറ കേക്കട്ടെ. ആലോചിക്കട്ടെ. എന്താ ഇത്ര ആലോചിക്കാനുണ്ടോ എന്നെ പറ്റി 2 നല്ല വാക്ക് പറയാൻ? എന്റെ ചേച്ചിയാണ്, അതുകൊണ്ടാണ് നല്ലത്. എന്റെ ചേച്ചിയായി പോയല്ലോ. അതുകൊണ്ടാണ് നല്ലൊരു ഇത്. എന്റെ ചേച്ചിയെ ജനിച്ചതിൽ ചേച്ചിക്ക് ലക്കുണ്ട്. ഞാൻ ജനിച്ചതിന് ശേഷമാണ് നീ ജനിച്ചത്. അപ്പൊ നിന്റെ ചേച്ചിയായിട്ടല്ല ഞാൻ ജനിച്ചത്. ജനിച്ച സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ജനിച്ചപ്പോഴാണ് ചേച്ചിയായത്. അത്രയും നാളെ ചേച്ചിക്ക് ചേച്ചിയാവാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ജനിച്ചപ്പോഴാണ് നീ ചേച്ചിയാവുന്നത്. ഇന്നലെ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ട് എന്റെ ഹാങ് ഓവറിൽ കൊച്ചിനൊന്നും ഓർമ്മയില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടു ഗൈസ്. എന്റെ പൊന്നോ, ഇന്നലെ ആയിരുന്നു റിലീസായത്. അപ്പൊ ഇന്നലെ രാത്രി ഇരുന്ന് കണ്ടു തീർത്തു. എന്റെ പൊന്നോ, ബെസ്റ്റ്. ഞാൻ പറയാം, ഇതുവരെ ഇറങ്ങിയ എല്ലാ സീസണിലും ബെസ്റ്റ് സീസൺ ആൻഡ് ലാസ്റ്റ് എപ്പിസോഡ്. എന്റെ പൊന്നോ, ആ ലാസ്റ്റ് എപ്പിസോഡ് അവസാനത്തെ കുറച്ച് സമയം എന്ന് പറയുന്നത് രോമാഞ്ചം. ഒന്നും പറയാനില്ല. ഞാൻ മറ്റേ മൂവി വ്ളോഗേഴ്സിനെ കണ്ടു. പക്ഷെ സീരിയസ്ലി അയ്യോ, എൻ്റെ പെണ്ണിൻ്റെ ബർത്ത്ഡേ ആയിട്ടൊരു ട്രീറ്റ് പോലായിരുന്നു. അടിപൊളി, സൂപ്പർ. എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇന്നലെ അലറുമായിരുന്നു അവിടെ നിന്ന്. അതെ, അലറുമായിരുന്നടാ, ഞാൻ അലറുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ബലൂൺസ് ഒക്കെ വെക്കുന്നത്. നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ബർത്ത്ഡേയുടെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സാധാരണ ബർത്ത്ഡേസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാറുള്ളത്. അപ്പം ഇവിടെ ബലൂൺസ് ഒക്കെ വെക്കണം. അപ്പോൾ കുറച്ച് പ്ലാൻ ഉണ്ട്. ഞാനതിൻ്റെ കുറച്ച് ഗ്ലിംസ് ആയിട്ട് കാണിക്കാം. പിന്നെ ഇവിടെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ബാഗൊക്കെ വെച്ചേക്കും. ഇവിടെ ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പതുക്കെ ഓരോന്ന് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. സോ ഗായ്സ്, നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനും അനിയത്തിയും കൂടെ ആണ്. കുറച്ച് നേരത്തെ പണിയാണെന്ന് മൊത്തം നമുക്ക് വീട്ടിൽ കാണിക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ ബലൂൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തീം എന്ന് പറയുന്നത് ഒരു വൈൻ റെഡ്, ബ്ലാക്ക്, വൈറ്റ് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ബലൂൺസും ഒരു വൈറ്റും ബ്ലാക്കും ഷെയ്ഡിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ റിബൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. അപ്പോൾ അതിന് ഞാൻ വൈൻ റെഡ് പോലത്തെ ഒരു ഷെയ്ഡിലുള്ള റിബൺസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബലൂൺസ് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ബലൂൺസ്. ആൻഡ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഒറ്റ ബ്ലിങ്കിൽ ഫുള്ള് ബലൂൺസ് ആവാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ബലൂൺസ് എല്ലാം സെറ്റായിരിക്കുകയാണ്. ഇതാ നമ്മുടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബലൂൺസ് ഫുള്ള് ഇങ്ങനെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിവിടെ അറേഞ്ച് ചെയ്യാം. ഇവിടെ ബാക്കിൽ ഇതാ കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ എന്നൊരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേക്കും ചെയ്ത പോലത്തെ എക്സാക്ട് സെയിം ഡെക്കറേഷൻ അല്ലേ, വേറെ എന്തോ ഒരു രീതിയിലുള്ള ഡെക്കറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ കൈൻഡ്, ഒരു എസ്തെറ്റിക് കൈൻഡ് ഓഫ് ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം. അപ്പോൾ ഇനി ഇവിടെ ഈ ബലൂൺസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം ഒരു ഓർഡറിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, നമ്മുടെ ഡെക്കറേഷൻ അപ്പോൾ ഫൈനലി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഡെക്കറേഷൻ. പിന്നെ നമ്മൾ ഇനി കേക്ക് വരാനുണ്ട്. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ചെയ്യേണ്ടതാണ്. ബാക്കി ഡെക്കറേഷനെ കാണിച്ചു തരാം. ലുക്ക് ഗൈസ്, ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. ഇതൊരു ക്യൂട്ട് പിൻട്രസ്റ്റി വൈബ് ഡെക്കറേഷനാണ് ഞാൻ ഇത്തവണ ഉദ്ദേശിച്ചത്. ആൻഡ് നമ്മുടെ ക്യാൻഡിൽസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് അപ്പ് ചെയ്യണം. പിന്നെ നമ്മളിവിടെ ഈ ലൈറ്റും കൂടെ കത്തിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ലൈറ്റ് കത്തിച്ചിട്ട് ഇവിടെ ലൈറ്റൊക്കെ നമ്മൾ ഫുൾ ഓഫ് ചെയ്യും. എന്നിട്ട് ഈ ഫെയറി ലൈറ്റ്സ് മാത്രം ഇടും. പിന്നെ ക്യാൻഡിൽസും കത്തിക്കും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ലുക്ക് വരുന്നത്. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ കുറച്ച് ബലൂൺസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണക്ക് ആർച്ച് പോലെ വെച്ചായിരുന്നു. ഇത്തവണ അങ്ങനെ ചെയ്തില്ല. കാരണം ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ക്യാൻഡിൽസ് വെച്ചിട്ട് താഴെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഫെയറി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ക്യാൻഡിൽ കൂടെ ലൈറ്റ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഓക്കെ,
ഇനിയിപ്പോൾ നമ്മളൊരു ഉച്ച സമയമായതുകൊണ്ട് കുറച്ച് വെട്ടമുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇരുട്ടും കൂടെ കുറച്ച് വരുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നല്ല ഇരുട്ടാവുമ്പോൾ ലൈറ്റ് കത്തി മാത്രം നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡെക്കോർ. ഗൈസ്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് കറക്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. ഇപ്പം സമയം 1 മണി കഴിഞ്ഞ് 1:30 കഴിഞ്ഞു സത്യം പറഞ്ഞാൽ. നമുക്ക് ഫുഡ് പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിക്കാനായിട്ട് അച്ഛനമ്മയും പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണം. പിന്നെ നമുക്ക് പായസം കുടിക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് കേക്ക് വാങ്ങിക്കാനായിട്ട് പോകണം. കേക്ക് വാങ്ങിച്ചിട്ട് ഞാൻ കേക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കേക്ക് കിട്ടിയത്. അതിനു മുമ്പ് കുറേ ഫോട്ടോസ് എടുക്കാനുണ്ട് ഗൈസ്. ഞാൻ കുറേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുക്കണം. പിന്നെ എല്ലാം പറ്റുന്ന പോലെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു ഡെക്കറേഷൻ ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓരോ വട്ടം കഴിഞ്ഞല്ല അതിന് മുമ്പത്തെ വട്ടമൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറേ നേരം എടുത്ത് ഭയങ്കര ടയേർഡായി ഒരു പരുവായിട്ടാണ് നമ്മൾ പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് പോകുന്നത്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഫുള്ള് ഹെക്ടിക് വർക്കായിരിക്കും. ഇത്തവണ ഞാനൊരു മിനിമൽ ഡെക്കറേഷൻ ചൂസ് ചെയ്തുകൊണ്ട് അത്രയും കഷ്ടപ്പാടില്ലാതെ തന്നെ എല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഗൈസ്, നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ബക്കറ്റ് ബിരിയാണിയാണ്. എനിക്ക് വയ്യ. പിന്നെ നമ്മൾ ഫുഡ് അടിച്ച് പൊളിക്കാൻ പോവാം. ബർത്ത്ഡേ സ്പെഷ്യൽ ലഞ്ചാണ്. ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ കാൽ. അത് ബർത്ത്ഡേ സ്പെഷ്യൽ അല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ചിക്കൻ കാൽ എനിക്ക് അല്ലേ അമ്മ? ഇപ്പോഴും ചിക്കൻ കാൽ നന്ദനയാണ് കഴിക്കുന്നത്. അതെ, ഇപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ചും കൂടെ പ്രത്യേകിച്ച് അല്ലേ. അങ്ങനെ ബാക്കി ആരും വന്നില്ല, എല്ലാവരും ഓരോരോ പണിയിലാണ്. എല്ലാവരും ഇപ്പോൾ വരുത്തതേ ഉള്ളൂ. ഇതാ വേറൊരാൾ വന്നു അതിൻ്റെ താഴെ. റൂബി സ്ലൈഡൊക്കെ വെച്ചിരിക്കുന്നു. അയ്യോ, എൻ്റെ ബർത്ത്ഡേ ആയിട്ട് റൂബി ഒരുങ്ങിയതാ. എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഉച്ചക്കത്തെ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഇത് എവിടുത്തെ ബിരിയാണി? സെയിനിലെ അല്ലേ? സെയിനിലെ ബിരിയാണിയാണ് കേട്ടോ. സെയിൻ ഫുഡ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ബിരിയാണി. അടിപൊളി, നല്ല ബിരിയാണി. വിശന്നിരിക്കുക. ഒരിക്കലും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കുറേ പണിയെടുത്തു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട്. ഓക്കെ അച്ഛാ, ഒരു ഹായ് കൊടുത്തേ. ഓക്കെ അച്ഛാമ്മേ ഹായ്. ഓക്കെ അമ്മ ഹായ്. നീരജ് എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ നീരജയൊക്കെ വന്നിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഇനി കേക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ബേക്ക് ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേക്ക് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കേക്ക് വാങ്ങിക്കാം. ഗൈസ്, നമ്മൾ ഫൈനലി നമ്മുടെ കേക്കിനെ കണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇതൊരു 1.5 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേയുടെ തീം, പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കളർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ AI ജനറേറ്റ് ചെയ്ത ഡിസൈനാണ്. അതവർ പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. സോ താങ്ക് യു ബേക്ക് ഹൗസ്. പിന്നെ നമ്മുടെ ഇന്നത്തെ കേക്ക് എനിക്ക് വാങ്ങിച്ചു തന്നത് അച്ഛനാണ്. സോ അച്ഛൻ്റെ വകയാണ് കേക്ക്. അപ്പോൾ അതുകൊണ്ട് അച്ഛനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അപ്പം ഇനി ഇതൊരു പ്രശ്നവും കൂടാതെ കറക്റ്റായിട്ട് വീട്ടിലെത്തിക്കണം. അത് മാത്രമേ ഉള്ളൊരു ടെൻഷൻ. അത് കറക്റ്റായിട്ട് വീട്ടിലെത്തിച്ചാൽ മാത്രം മതി. പിന്നെ ഞാനിവിടെ പാക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി കേക്ക്സൊക്കെ നോക്കാറുണ്ട്. ഒരുപാട് വെറൈറ്റി ഓഫ് കേക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ നടത്തി നമുക്കിനി വീട്ടിലോട്ട് പോകാം. ഗൈസ്, ഇതാണ് നമ്മുടെ കേക്ക്. ഒപ്പീനിയൻ കൊള്ളാം. സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പം നമ്മളിനി ഇത് സെറ്റൊക്കെ ചെയ്ത് വെക്കണം. ഇപ്പം എന്തായാലും തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. ലേഖഞ്ചിരുന്നാൽ അത് ചീത്തയെ പോത്തൊന്നുമില്ല, ലേഖഞ്ചിരിക്കട്ടെ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്. പിന്നെ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തു. പിന്നെ ഈ കമ്മല് അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് ഇന്ന് ബർത്ത്ഡേക്ക്. അപ്പോൾ കമ്മലൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഡെക്കറേഷൻ ദാ ഇവിടെ ഇങ്ങനെ ഫൈനലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്കും യെസ് ഓൾ സെറ്റ്. നമ്മൾ ക്യാൻഡിൽസ് ലൈറ്റ് ചെയ്യുന്നു, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു. ഫോട്ടോ സെഷൻ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം എല്ലാ ക്യാമറയിലും ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയായിരിക്കും. സോ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ നേരത്ത് കാണാം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസിൻ്റെ ഗ്ലിംസുകൾ ഇട്ടേക്കാം. ഓക്കെ,
അങ്ങനെ ഫൈനലി നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കഴിഞ്ഞ് കുറേ നേരത്തെ പ്രോസസ്സായിരുന്നു. നമ്മളൊരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്, ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി. ഇത്രയും നേരമായിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി കേക്ക് കട്ടിങ്ങിലോട്ട് പോകാം. പ്രത്യേകിച്ച് ഇതാ ഈ ഒരാൾ കേക്ക് കട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് ഓർത്ത് ഇങ്ങനെ അവലാതിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം ഫോട്ടോസ് കണ്ടിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കേക്ക് കട്ട് ചെയ്തു കുറേ നേരം, ഇതിന്റെ ഇടയ്ക്ക് കുറേ നേരം ഒരു 4 മണി തൊട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത് ഫുൾ ഫോട്ടോ എടുപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറെ സമയം അങ്ങനെ പോയി. ഇപ്പം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്ക് എല്ലാം കട്ട് ചെയ്തു. എനിക്ക് കുറച്ച് സംസാരിക്കാറുണ്ട്. 22 ഇയേഴ്സ് 22 വയസ്സായിരിക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്, എന്നാലും 22 വയസ്സായല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പം 22 വയസ്സ് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വർഷം എനിക്ക് പൊതുവേ നല്ലതായിരുന്നു. സാധാരണ അങ്ങനെയുള്ളൂ, ഒരു വർഷം മോശമാണെങ്കിൽ അടുത്ത വർഷം നല്ലതായിരിക്കും. ഈ വർഷം എനിക്ക് പൊതുവേ നല്ലതായിരുന്നു. എനിക്ക് എക്സാം ഒക്കെ പാസ്സായി, അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത വർഷങ്ങൾ നല്ല ഇയർ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ ഉള്ള എല്ലാ കാര്യങ്ങളോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇനി കിട്ടാനായിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളോടും, അത് നല്ലതാണെങ്കിലും മോശമാണെന്നുണ്ടെങ്കിലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എല്ലാ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര നാളെൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവർക്കും, സിസ്റ്റർ എല്ലാവരും എടുത്തു. കാരണം ഈ ഫോട്ടോ ഇവിടെ ഇന്ന് ഫോട്ടോഷൂട്ട് ഇവളാണ് ഏറ്റവും കഷ്ടപ്പെട്ട് നിന്നത്. അപ്പൊ അതുകൊണ്ട് ഇവൾക്കും പ്രത്യേകം എടുത്ത് കേട്ടോ, സ്പെഷ്യൽ ക്രെഡിറ്റ്സ് ആണ് എഴുതി കൊടുക്കണം. സ്പെഷ്യൽ ക്രെഡിറ്റ്സ് രീതിയിൽ നമ്മൾ താങ്ക് യു പറയുകയാണ്. ഓക്കെ ഉമ്മ, ഓക്കെ. ആൻഡ് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. എന്നെ കുറിച്ച് ഇവൾക്ക് അറിഞ്ഞിട്ട് വല്ലതും പറയാനുണ്ടോ നമുക്ക് നോക്കാം. പറയാനുള്ളവരൊക്കെ വരും, ഒരു 10 പുകഴ്ത്തി പറയും 10 പറയും. ഞാൻ പറഞ്ഞു പറയാൻ പറഞ്ഞാൽ ഞാൻ 2-10 വഴക്കായിരിക്കും പറയുന്നത്. അങ്ങനെ പറയല്ലാതെ നല്ല കാര്യങ്ങൾ നല്ല സ്നേഹമുള്ളൊരു എനിക്ക് വയ്യ. അപ്പൊ ഞാനോ അങ്ങനല്ല, ഇത് എന്റെ ബർത്ത്ഡേ. 22 വർഷം കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട് അല്ലേ? എന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ്സ് താഴെ ഒരാളെ റൂബി കുറെ നേരിട്ട് ഈ കേക്ക് എപ്പ കിട്ടുമെന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ ഞങ്ങൾ ഇച്ചിരി കൊടുക്കത്തുള്ളൂ കേട്ടോ, അത്രയൊന്നും കൊടുക്കത്തില്ല. അപ്പം അച്ഛനാണ് ശരിക്കും എന്റെ സെയിം ക്യാരക്ടർ. അപ്പൊ എന്നെ കുറിച്ച് നല്ലോണം പറയാൻ അച്ഛൻ അറിയാം. പറഞ്ഞോ, എന്നെ കുറിച്ച് പറ, പുകഴ്ത്തി പറയാനുള്ളത് പറഞ്ഞാൽ മതി. ഹാപ്പി ബർത്ത്ഡേ മാത്രം പറഞ്ഞ പോരാ, എന്നെ കുറിച്ച് പറ. ചിലപ്പോ എനിക്ക് പറയാനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ? ആർട്ടിസ്റ്റ് ആണെന്നാ, എന്നെ കുറിച്ച് എസ് അല്ലേ, എന്നെ കുറിച്ച് സ്നേഹത്തോടെ അച്ഛൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഞാൻ അഭിമാനം തോന്നുന്നുണ്ടോ? അഭിമാനമുണ്ടോ? എന്ത് കാര്യത്തിൽ അഭിമാനിക്കാണെന്ന്? കുഴപ്പമില്ല അച്ഛൻ നല്ലോണം പറയുന്നത് ക്യാമറയുടെ മുമ്പിലായതുകൊണ്ട്. ക്യാമറയുടെ മുമ്പിൽ നല്ലോണം പറയുന്നുണ്ടോ, ഇനി അതിന്റെ ഒരു ബാഡ് ഇമ്പാക്ട് വരണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എന്താണെങ്കിലും നല്ല അഭിപ്രായമല്ലേ പൊതുവേ? പിന്നെ പൊതുവെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നന്ദനെ കുറിച്ച്. വെളിയുള്ളവർക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. കേട്ടോ, എല്ലാരും കേട്ടോ. 22 വർഷത്തിൽ ചേച്ചി എത്ര 17 വർഷം എന്റെ കൂടെ ജീവിച്ചു. ചേച്ചി ജനിച്ചപ്പോ തൊട്ടാണ് എന്നെ കാണാൻ തുടങ്ങി. പക്ഷെ ഞാൻ ചേച്ചി ജനിച്ചപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയതാണ്.
അപ്പൊ ഞാൻ ജനിച്ചപ്പോ തൊട്ട് ചേച്ചിയെ കാണുന്നതുകൊണ്ട് തന്നെ ചേച്ചിയുടെ എല്ലാ ഫേസും എല്ലാ സ്വഭാവവും എല്ലാ സംഭവങ്ങളും ഞാൻ കണ്ട് വളർന്നു. അതെ, ചേച്ചി ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ച ആള് ഞാനാണ്. അതെ. പിന്നെ എന്തുവാ, ഒരു സിസ്റ്റർ ബോണ്ട് ഉണ്ടല്ലോ, ഒരു സപ്പോർട്ട്, ഒരു ക്രൈം പാർട്ണർ തിങ്, അതൊക്കെ നമ്മൾ തമ്മിൽ ക്രൈമേ ഉള്ളൂ. അതെ. ഇപ്പൊ വളർന്ന് കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വെച്ചു, കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വെച്ചു. പിന്നെ എനിക്ക് പണ്ടേ മെച്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ പണ്ടേ ഈ പ്രശ്നങ്ങളിലൊന്നും പോവാറില്ല. അതെ. പിന്നെന്തുവാ, പിന്നെ നല്ല മിസ്സുമാരെ, ഞാൻ ടീച്ചർ സ്കൂളിൽ പഠിക്കുന്നതാണ്. മിസ് നന്ദിനിയുടെ എത്തിയില്ലേ? നന്ദിനി ചേച്ചിയുടെ എക്സ്പെക്ടേഷൻ എന്റെ പല തലയിലാണ്. ഇപ്പൊ കഴിഞ്ഞിറങ്ങുമ്പോ ആ ഒരു എക്സ്പെക്ടേഷൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അതെ. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, നീരജയുടെ ചേച്ചി ആ വീഡിയോ ഇട്ടല്ലോ എന്നൊക്കെ പറയും ഇടയ്ക്ക്. എന്നെ പോലെ എന്നെ ചേച്ചി ഭയങ്കര സുന്ദരിയാണ്. അതെ. അംബാനിയേക്കാൾ കുറച്ച് കൂടുതൽ, എന്നെക്കാൾ കുറച്ച് കൂടുതൽ. അതെ. കുറെ അച്ചീവ്മെന്റ് കിട്ടി, ഇനിയും കുറെ അച്ചീവ്മെന്റ് കിട്ടട്ടെ, അതൊക്കെ ചില്ല് ചെയ്യാം. ഇനി എത്ര വർഷം വരാൻ കിടക്കുന്നു, എത്ര വർഷം ആയാലും ഉള്ള വർഷം അടിച്ചു പൊളിക്കാം. അപ്പം ഇനി അടുത്ത അച്ഛാമ്മക്ക് പിന്നെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പറയൂ. അച്ഛാവ ഇമോഷണൽ ആയി. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കാണ് എന്തിനോ. ഓക്കേ, അതാ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ. സോ ഓക്കെ, താങ്ക് യു. ഇതെല്ലാം എന്റെ റാപ്പിംഗ് എല്ലാം. ഇത് ഫുള്ള് ഗിഫ്റ്റ് റാപ്പ് ചെയ്തത് മൊത്തം കടന്ന് മറിച്ച റാപ്പല്ല, അവള് തന്നെ ഉണ്ടാക്കിയ റാപ്പാണ്. അപ്പൊ അതാണ് എത്ര. ഹാപ്പി ബർത്ത്ഡേ. ഓ, താങ്ക് യു സോ മച്ച്. അച്ഛനും അമ്മയും കൂടെ ചേർന്നാണ് കേക്ക് സെറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ വക ഈ മാല ഗിഫ്റ്റ്, അച്ഛനും അമ്മയും കൂടെ കേക്ക് ഗിഫ്റ്റ്. അതായത് അച്ഛന്റെ വേറെ ഗിഫ്റ്റ് കേക്ക്, അത് മതി. കേക്ക് മതി. കേക്ക് മുട്ടായി, മുട്ടായി ഗിഫ്റ്റ്. ഞാൻ വെച്ച അച്ഛൻ കേക്കിന്റെ കേക്ക് അച്ഛൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വെച്ച വേറെ ഗൈസ്. ഈ കമ്മല് നോക്കിയേ, കണ്ടോ? ഭയങ്കര സ്പാർക്കുള്ളൊരു കമ്മല്. ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നോക്കതാ, ഒന്ന് കണ്ടോ? ഞാൻ ഫോണുള്ള നമ്മുടെ ഇല്ലല്ലോ, മറ്റേ ഇതല്ലേ ഉള്ളൂ. ഏതാ എന്താ പറയണ്ടേ, അല്ലാത്ത ഇങ്ങനത്തെ ഈ വൈറ്റ് സ്റ്റോൺ ഉള്ളതില്ലല്ലോ, മറ്റേ അല്ലാതെ ഗോൾഡിന്റെ കളറുള്ളതേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഏതാ നമ്മളെ ഇത് ബ്ലാക്ക് സ്റ്റോൺ, ബ്ലാക്ക് മെറ്റലിന്റെ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതൊട്ടും സത്യം പറയാൻ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഞാൻ വിചാരിച്ചത് കേക്ക് ഉള്ളത് കൊണ്ട് കേക്ക് മാത്രമായിരിക്കും എന്നുള്ളത്. പിന്നെ മുട്ടായി എന്നപ്പറ്റി ഞാൻ മുട്ടായിയൊക്കെ പിന്നെ തരാനോ ഇത് വിചാരിച്ചു. പക്ഷെ കമ്മൽ ഇത്തവണ എല്ലാരും സർപ്രൈസ് ഉണ്ട്. കാരണം ഓരോരുത്തരും മുട്ടായി തരിക, പിന്നെ അടുത്ത സാധനം. ഓ, എനിക്ക് വയ്യ ക്രെഡിറ്റ്, ആ ക്രെഡിറ്റ് അമ്മ എടുത്ത്. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. എല്ലാവരുടെയും ഗിഫ്റ്റ് ഒക്കെ കിട്ടി, ഭയങ്കര സന്തോഷമായി. എല്ലാരും എന്നെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പൊ അത് സന്തോഷം. അപ്പൊ എന്റെ 22 years സെലിബ്രേഷൻ ഇവിടെ കഴിയുകയാണ്. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. വിചാരിച്ച പോലെയൊക്കെ കറക്റ്റ് ആയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമന്റ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു എന്റർടൈനിങ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ. ഞാനിനി ഇവർ തന്നിരിക്കുന്ന ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. അത് കാണിക്കാതെ എൻഡ് ചെയ്യാനായിട്ട് എന്തായാലും പറ്റത്തില്ല ഗൈസ്, കാരണം അത്രയ്ക്ക് നല്ല ഗിഫ്റ്റ്സ് ആണ് തന്നത്. അപ്പം ഇത് ആദ്യം നമ്മുടെ നീരജക്കുട്ടി തന്ന ഗിഫ്റ്റ് തന്നെ നോക്കാം. ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിനകത്താണ് ഗിഫ്റ്റ് തന്നേക്കുന്നത്. ആൻഡ് ഈ ബോക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ റാപ്പ് കണ്ടോ, ഈ റാപ്പ് പോലെ അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് വെറും വൈറ്റ് പേപ്പറാണ്. ആ വൈറ്റ് പേപ്പറിൽ ഡിസൈനൊക്കെ വരച്ചിട്ട് ഒരുപാട് സമയമെടുത്ത് എഫേർട്ട് എടുത്ത് ചെയ്തതാണ് ഗൈസ്. ദിസ് മീൻസ് എ ലോട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ മുകളിലുള്ള ഇതെന്തോ ബട്ടർഫ്ലൈ എന്തോ ആയിരുന്നു, ഞാൻ ഇങ്ങനെ പിടിച്ച് ഇളക്കിയപ്പോഴത്തേക്ക് അത് ഇളക്കി വേറൊരു ഷേപ്പായി പോയതാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് കിൻഡർ ചോക്കോ ബോൺസിൻ്റെ മുട്ടായി ആയിരുന്നു, അത് മൊത്തം ഞാൻ തിന്ന് തീർത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്തൊന്നും ഇല്ലാത്തത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ പേപ്പേഴ്സ് ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഇതെല്ലാം ഓരോ പേപ്പറും ലവ് ഷേപ്പൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇതിനകത്ത് കുറേ പേപ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കിടക്കുകയാണ്. അപ്പം അങ്ങനെ കുറേ പേപ്പേഴ്സൊക്കെ വെച്ച് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അവൾ എടുത്തിരിക്കുന്ന അത്ര എഫേർട്ട് കാണിക്കണമല്ലോ. കുറേ കണ്ടോ, ഇങ്ങനെ ലവ് ഷേപ്പിൽ കുറേ പേപ്പേഴ്സൊക്കെ വെച്ച് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ അതിൻ്റെ കൂടെ അവൾ എനിക്ക് വേറൊരു സംഭവം തന്നു. ഇതാണ് മെയിൻ. ഈ ഒരു ഇയറിംഗ് സെറ്റാണ്.
ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു റോസ് ഗോൾഡ് ഇയറിങ്സ് വേണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. കറക്റ്റ് അവളത് നോട്ട് ചെയ്ത് വെച്ച്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് എനിക്ക് വാങ്ങിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചൊരു ഗിഫ്റ്റാണ് അവളെനിക്ക് തന്നത്. കുറേ നാളായിട്ട് ഞാനത് ആഗ്രഹിക്കുന്നു, അവളോട് ഞാൻ പറയാറും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു 6 എണ്ണത്തിൻ്റെ സെറ്റാണെങ്കിൽ അതെനിക്ക് ഒരുപാട് 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 ഇഷ്ടമായി. താങ്ക് യു ധീരജ്, താങ്ക് യു സോ മച്ച്. പിന്നെ അച്ഛൻ വാങ്ങിച്ചെന്ന ഗിഫ്റ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ല. ആദ്യം അച്ഛൻ കേക്ക് വാങ്ങിച്ചു തന്നു, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡയറി മിൽക്ക് ബബ്ലി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ ഈ ഒരു ഇയറിങ്സ് കണ്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ ഇയറിങ്സ്, എനിക്ക് ഒരുപാട് ജുംക്ക ഇയറിങ്സ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഈ ഒരു ഷെയ്ഡ്, അതായത് ഇങ്ങനത്തെ എന്താ പറയുക ഒരു സ്പാർക്ലിംഗ് ഷെയ്ഡുള്ള സംഭവം എനിക്കില്ല. കറക്റ്റ് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ ബ്ലാക്ക് മെറ്റൽ അല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് കളറിൻ്റെ ഗോൾഡ് അല്ലെങ്കിൽ റോസ് ഗോൾഡ് പോലത്തെ ഷെയ്ഡ് പോലത്തതൊക്കെ ഉള്ളൂ. അതല്ലാതെ ഇതുപോലത്തെ ഒരു കമ്മൽ എനിക്കിതുവരെ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ഡിസൈനായിരുന്നു. അപ്പോൾ ഇതാണ് അച്ഛൻ വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മറ്റേ ഡയറി മിൽക്ക് ബബ്ലി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കേക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു അച്ഛാ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അമ്മ എനിക്ക് ഈ ഒരു കമ്മൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് ഇട്ടിരുന്ന കമ്മൽ കേട്ടോ. ഞാനത് വന്നപ്പോൾ തന്നെ എനിക്ക് ആ ഡ്രസ്സിന് മാച്ചായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എടുത്തിട്ടു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ല രസമുള്ളതെന്ന് വെച്ചാൽ എല്ലാം പാർട്ടി വെയർസിൻ്റെ കൂടെ പോകാൻ പറ്റുന്ന അടിപൊളിയൊരു കമ്മലാണ്. ആൻഡ് എനിക്കിങ്ങനെ വലിയ റിങ് വരുന്ന കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷെയ്ഡും ആ ഒരു എന്താ പറയണ്ട ഒരു റൂബി ഷെയ്ഡ് പോലത്തെ ഷെയ്ഡാണ്. അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ എടുത്തിട്ടത്. പിന്നെ അതിൻ്റെ കൂടെ അമ്മ എനിക്ക് ഈ ഒരു ഡ്രസ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രസ്സല്ല, ഒരു ടോപ്പ് പ്ലസ് എന്താ പറയണ്ടേ ഒരു ഷ്രഗ് പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ്സ്. അപ്പോൾ ഗിഫ്റ്റ്സിന് എല്ലാത്തിനും ഒരുപാട് ഒരുപാട് താങ്ക് യു. അപ്പോൾ ബൈ.